आज की ഹിന്ദി കക്ഷ में सभी को स्वागत है. ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നാം ഗ്രാമർ ക്ലാസ്സാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം സർവനാം പ്രൊനൗണാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് സർവനാം? സർവനാം वह शब्द जो संज्ञा के बदले में आए उसे सर्वनाम कहते हैं. നമ്മൾ സംജ്ഞയ്ക്ക് അല്ലെങ്കിൽ നൗണിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് സർവനാം എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് മേ, തും, ഹം, വഹ്, ആപ്, ഉസ്ക, ഉസ്കി തുടങ്ങിയവ. ഹിന്ദിക്ക് മൂൽ സർവനാം 11 ഹെ. ഹിന്ദിയിൽ പ്രധാനമായിട്ടും 11 സർവനാമങ്ങളാണ് ഉള്ളത്. മേ, തു, ആപ്, യഹ്, വഹ്, ജോ, സോ, കോൻ, ക്യാ, കോയി, കുച്ച്. അപ്പോൾ എന്താണ് സർവനാം? സർവനാം എന്ന് പറഞ്ഞാൽ നമ്മൾ സംജ്ഞയ്ക്ക് പകരം അല്ലെങ്കിൽ നൗണിന് പകരം നാം ഉപയോഗിക്കുന്ന വാക്കുകളാണ് സർവനാം. അതായത് നൗണിൻ്റെ ആവർത്തനം നമ്മൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സർവനാമങ്ങൾ ഉപയോഗിക്കുന്നത്. സർവനാമങ്ങളെ 6 തരംതിരിച്ചിട്ടുണ്ട്. സർവനാം കെ ഭേദ്. പുരുഷവാചക സർവനാം ഫസ്റ്റ് വൺ, ദെൻ സെക്കൻഡ് വൺ നിശ്ചയവാചക സർവനാം, തേർഡ് വൺ അനിശ്ചയവാചക സർവനാം, ഫോർത്ത് വൺ സംബന്ധവാചക സർവനാം, ഫിഫ്ത്ത് വൺ പ്രശ്നവാചക സർവനാം, സിക്സ്ത് വൺ നിജവാചക സർവനാം. ഇനി എന്താണ് ഓരോന്നിനെയും സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പുരുഷവാചക സർവനാമിനെ സൂചിപ്പിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന സർവനാമങ്ങളാണ് മേ, തു, വഹ്, മേനെ. അതുപോലെ നിജവാചകനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് ആപ്പ്. അതുപോലെ നിജവാചക സർവനാമിനെ ഉപയോഗിക്കുന്ന വാക്കാണ് യഹ്, വഹ്. നിശ്ചയവാചക സർവനാമിന് പകരം സങ്കേതവാചക സർവനാമം എന്ന് നമ്മൾ പറയും. അതുപോലെ അനിശ്ചയവാചക സർവനാമിന് ഉപയോഗിക്കുന്നതാണ് കോയി, കുച്ച്. അതുപോലെ സംബന്ധവാചകന് നമ്മൾ ഉപയോഗിക്കുന്ന ശബ്ദങ്ങളാണ് ജോ, സോ. അതുപോലെ പ്രശ്നവാചക സർവനാമിന് നമ്മൾ ഉപയോഗിക്കുന്ന ശബ്ദങ്ങളാണ് കോൻ, ക്യാ. സർവനാം 2 ശബ്ദോं के योग से बना है. സർവനാം 2 ശബ്ദങ്ങളുടെ യോഗത്താൽ ഉണ്ടായതാണ്. സർവ പ്ലസ് നാം. അർത്ഥാത് जो नाम सबके स्थान पर प्रयुक्त हो उसे സർവനാം कहा जाता है. അതായത് നാമം മറ്റു വാക്കുകളുടെ സ്ഥാനത്ത് ഉപയോഗിക്കുന്നതിനെയാണ് സർവനാം എന്ന് പറയുന്നത്. അതായത് നമ്മൾ നൗണിന് പകരം ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് സർവനാം എന്ന് പറയുന്നത്. സർവനാം കെ ഉദാഹരണം. സർവനാമം എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ഇവിടെ മോഹൻ 11वीं कक्षा में पढ़ता है. അതുപോലെ മോഹൻ स्कूल जा रहा है. മോഹൻ के पिताजी पुलिस है. മോഹൻ की माताजी डॉक्टर है. മോഹൻ की बहन खाना बना रही है. ഇങ്ങനെ 5 രീതിയിൽ മോഹൻ എന്ന് പറയുന്ന നാമം ഉപയോഗിച്ച് ഓരോ വാക്കുകൾ, ഓരോ സെൻറ്റൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മോഹൻ ഒരുപാട് തവണ ആവർത്തിച്ചു വന്നിരിക്കുന്നു. മോഹന് പകരം നമ്മൾ ഇങ്ങനെ ആവർത്തിച്ച് വരുമ്പോൾ ആ ഒരു സെൻറ്റൻസിന് ഒരു ഭംഗിയില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആവർത്തിച്ച് വരുന്ന മോഹനെയൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ അവിടെ സർവനാമങ്ങൾ ചേർക്കും. അപ്പോൾ അതിനെയാണ് സർവനാം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഉപയുक्त वाक्य में മോഹൻ यानी संज्ञा है इसका प्रयोग बार बार हुआ है. ഒരുപാട് തവണ ഇങ്ങനെ മോഹൻ എന്ന് പറയുന്ന നാമം വന്നു. बार बार मोहन शब्द को दोहराना वाक्यों को अरुचिकर एवं कम स्तर का बनाता है. यदि हम एक वाक्य में मोहन यानी संज्ञा को छोड़कर अन्य सभी जगह सर्वनाम का प्रयोग करें तो वाक्य रुचिकर एवं आकर्षक बन जाएंगे. നമ്മൾ ഇങ്ങനെ ഒരു വാക്യം എഴുതുമ്പോൾ, ഇങ്ങനൊരു സെൻറ്റൻസ് എഴുതുമ്പോൾ നമ്മൾ തുടക്കത്തിലുള്ള നാമം അങ്ങനെ തന്നെ കൊടുത്തിട്ട് ബാക്കിയുള്ള നാമങ്ങളെല്ലാം നമ്മൾ സർവനാമം ഉപയോഗിക്കുകയാണെങ്കിൽ ആ സെൻറ്റൻസ് വളരെ ഭംഗിയുള്ളതാകും. നമുക്ക് നോക്കാം. മോഹൻ 11वीं कक्षा में पढ़ता है. वह स्कूल जा रहा है.
उसके पिताजी पुलिस है, उसकी माതാജി ഡോക്ടർ है, उसकी ബഹൻ खाना बना रही है. ഇപ്പോൾ എത്ര ഭംഗിയായി, അല്ലെങ്കിൽ എത്ര മോഹൻ ഇവിടെ വരുമായിരുന്നു. അപ്പോൾ നൗണിൻ്റെ ആവർത്തനം ഇല്ലാതാക്കാനാണ് നമ്മൾ സർവനാം ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലായല്ലോ. അടുത്ത ഭാഗം നോക്കാം. എന്താണ് പുരുഷവാചക സർവനാം? നമ്മൾ ഭേദങ്ങൾ പറഞ്ഞു, അതിലൊന്നാണ് പുരുഷവാചക സർവനാം. जो सर्वनाम वक्ता यानी बोलने वाला, श्रोता सुनने वाला तथा किसी अन्य के लिए प्रयुक्त होता है उसे पुरुषवाचक सर्वनाम कहते हैं. നമ്മൾ വക്താവ്, അതായത് പറയുന്ന ആളെയും അതുപോലെ ശ്രോത കേൾക്കുന്ന ആളെയും അതുപോലെ തന്നെ മറ്റ് അന്യ വ്യക്തിയെയും സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പുരുഷവാചക സർവനാം ഉപയോഗിക്കുന്നത്. അതിനെയാണ് പുരുഷവാചക സർവനാം എന്ന് പറയുന്നത്. പറയുന്ന ആളെയും കേൾക്കുന്ന ആളെയും മൂന്നാമത് ആളെയും സൂചിപ്പിക്കുന്നു. ഉസ്നെ മുझे बोला था कि तुम पढ़ रही हो. അവൻ എന്നോട് പറഞ്ഞിരുന്നു നീ പഠിക്കുകയാണെന്ന്. അവിടെ 3 പേരും വന്നു അല്ലേ? വക്ത വന്നു, ശ്രോത വന്നു, അതുപോലെ തന്നെ अन्य വ്യക്തിയും വന്നു. उपयुक्त वाक्य को ध्यान से देखने पर पता चलता है कि इस वाक्य में 3 तरह के पुरुषवाचक शब्द आए हैं. നമുക്ക് ഈ സെൻറ്റൻസ് നോക്കിയാൽ മനസ്സിലാവും 3 തരത്തിലുള്ള പുരുഷവാചക ശബ്ദങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. ഉസ്നെ, മുझे और तुम. अतः स्पष्ट होता है कि पुरुषवाचक सर्वनाम के 3 भेद है. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം പുരുഷവാചകത്തിൻ്റെ 3 ഭേദങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ പുരുഷവാചക സർവനാമിനെയും 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പുരുഷവാചക സർവനാം 3 प्रकार के होते हैं. फर्स्ट वन उत्तम पुरुष, सेकंड वन मध्य पुरुष, തേർഡ് വൺ അന്യ പുരുഷ്. ഉത്തം പുരുഷ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പേഴ്സണും, മധ്യപുരുഷ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പേഴ്സണും, അന്യപുരുഷ് എന്ന് പറഞ്ഞാൽ തേർഡ് പേഴ്സണുമാണ്. ഇനി എന്താണ് ഉത്തം പുരുഷ്? वक्ता जिन शब्दों का प्रयोग अपने स्वयं के लिए करता है उन्हें उत्तम पुरुष कहते हैं. അതായത് പറയുന്ന ആൾ അയാളെ തന്നെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ശബ്ദമാണ് ഉത്തം പുരുഷ്. ഉദാഹരണമായിട്ട് മേ, ഹാം, മുझे, मैंने, हमें, मेरा, मुझको തുടങ്ങിയവ ഉത്തം പുരുഷന് ഉദാഹരണങ്ങളാണ്. അതായത് നമ്മളെ തന്നെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ശബ്ദങ്ങൾ. അതുപോലെ മധ്യപുരുഷ് എന്താണെന്ന് നമുക്ക് നോക്കാം. ശ്രോത സംവാദ് करते समय जिन सर्वनाम शब्दों का प्रयोग करता है उन्हें मध्य पुरुष कहते हैं. ശ്രോതാവ്, അതായത് കേൾക്കുന്ന ആൾ സംഭാഷണം നടത്തുന്ന സമയത്ത് എന്തൊക്കെ പ്രൊനൗൺ ശബ്ദങ്ങളാണോ സർവനാം ശബ്ദങ്ങളാണോ ഉപയോഗിക്കുന്നത് അതിനെയാണ് മധ്യപുരുഷ് എന്ന് പറയുന്നത്. സെക്കൻഡ് പേഴ്സൺ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ശബ്ദങ്ങളാണ് മധ്യപുരുഷ്. തു, തും, തുജ്കോ, തുംകോ, തുജെ, ആപ്, ആപ്കോ, ആപ്കെ തുടങ്ങിയവ മധ്യപുരുഷ് ഉദാഹരണങ്ങളാണ്. അതായത് സെക്കൻഡ് പേഴ്സണിന് വേണ്ടിയിട്ട് സൂചിപ്പിക്കുന്ന വാക്കുകളെയാണ് മധ്യപുരുഷ് എന്ന് പറയുന്നത്. ഉത്തം പുരുഷ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പേഴ്സണെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. അടുത്തത് അന്യപുരുഷ്. जिन सर्वनाम शब्दों का प्रयोग से वक्ता और श्रोता का संबंध न होकर किसी अन्य का संबोधन प्रतीत हो वो शब्द अन्य पुरुष कहलाता है. അതായത് മൂന്നാമതൊരാളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്, അന്യ വ്യക്തിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ശബ്ദങ്ങളാണ് അന്യപുരുഷ് എന്ന് പറയുന്നത്. വഹ്, യഹ്, ഉൻ, ഉൻകോ, ഉൻസെ, ഇനെ, ഉനെ, ഉസ്കെ, ഇസ്നെ തുടങ്ങിയവ അന്യപുരുഷാണ്. ഇതൊക്കെ മൂന്നാമതൊരാളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ശബ്ദങ്ങളാണ്. അതുകൊണ്ടാണ് ഇതിനെ അന്യപുരുഷ് എന്ന് പറയുന്നത്. അപ്പോൾ നാം എന്താണ് സർവനാമം എന്ന് പഠിച്ചു. സർവനാമൻ്റെ ഭേദങ്ങൾ 6 എണ്ണമുണ്ട്. അതിൽ പുരുഷവാചക സർവനാമം എന്താണെന്ന് പഠിച്ചു. പുരുഷവാചക സർവനാം വീണ്ടും 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഉത്തം പുരുഷ്, മധ്യപുരുഷ്, അന്യപുരുഷ്. ഇനി എന്താണ് നിശ്ചയവാചക സർവനാം അല്ലെങ്കിൽ സങ്കേതവാചക സർവനാം? जो सर्वनाम निकट या दूर की किसी वस्तु की ओर संकेत करे उसे निश्चयवाचक सर्वनाम कहते हैं. നമ്മുടെ അടുത്തുള്ളതും ദൂരത്തുള്ളതുമായ വസ്തുക്കളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്
ഉപയോഗിക്കുന്ന ശബ്ദങ്ങളാണ് നിശ്ചയവാചക സർവനാമം. മറ്റൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ, മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, നമുക്ക് ഉറപ്പുള്ള വസ്തുക്കൾ നമ്മൾ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ് നിശ്ചയവാചക സർവനാമം. ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. യഹ് ലഡ്കി ഹേ, ഇത് പെൺകുട്ടിയാണ് എന്ന് നമുക്ക് ഉറപ്പാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. യേ ലഡ്കി ഹേ, യേ പുസ്തക് ഹേ, ഇത് പുസ്തകമാണ് എന്ന വാക്ക് പറയുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പാണ് ഇത് പുസ്തകമാണ്. യേ ഹിരൺ ഹേ, ഇത് മാനാണ്. വേ ബാഹർ ഗയേ ഹേ, അവർ പുറത്തു പോയി. ഇൻ വാക്യോं को देखिए, ये मेरी पुस्तक है, ये माधव की गाय है, വ റാം കെ ബായി ഹേ. കണ്ടില്ലേ, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ യഹ് വഹ് തുടങ്ങിയ സർവനാമങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്കിത് ഉറപ്പായിട്ട് ഉണ്ട് എന്ന രീതിയിലാണ് അർത്ഥം വരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നിശ്ചയവാചക സർവനാം എന്ന് പറയുന്നത്. യഹ് വഹ് സർവനാം शब्द की किसी विशेष व्यक्ति आदि को निश्चित संकेत करते हैं, अतः यह संकेतवाचक भी कहलाते हैं. ഇത് മറ്റൊരു വ്യക്തിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്, അത് ഉറപ്പായ വ്യക്തിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ശബ്ദങ്ങളായതുകൊണ്ട് തന്നെ ഇതിനെ സങ്കേതവാചക ശബ്ദമെന്നും പറയും. അടുത്തതായിട്ട് എന്താണ് അനിശ്ചയവാചക സർവനാമം എന്ന് നമുക്ക് നോക്കാം. അതായത് നിശ്ചയവാചക സർവനാമിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അനിശ്ചയവാചക സർവനാമം. അതായത് നിശ്ചയമില്ല, ഉറപ്പില്ലാത്ത ശബ്ദങ്ങൾ. जिस सर्वनाम से किसी निश्चित व्यक्ति या पदार्थ का बोध नहीं होता उसे अनिश्चयवाचक സർവനാം कहते हैं. അതായത് നമുക്ക് ഉറപ്പില്ലാത്ത വ്യക്തികളെയും പദാർത്ഥങ്ങളെയും സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ശബ്ദങ്ങളാണ് അനിശ്ചയവാചക സർവനാം എന്ന് നാം പറയുന്നത്. ഉദാഹരണം, ബാഹർ കോയി ഹേ, പുറത്ത് ആരോ ഉണ്ട്, ആരാണെന്ന് നമുക്കറിയില്ല, അതുകൊണ്ടാണ് അതിനെ അനിശ്ചയവാചക സർവനാം എന്ന് പറയുന്നത്. അതിനെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചതാണ് കോയി, അല്ലേ? അതുപോലെ മുझे कुछ नहीं मिला, എനിക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ അവിടെ കുച്ച് എന്ന് പറയുന്നത് അനിശ്ചയവാചക സർവനാമാണ്. അതുപോലെ തന്നെ മറ്റു ഉദാഹരണങ്ങളാണ് കോയി ആ രഹാ ഹെ, ആരോ വരുന്നുണ്ട്. ദർവാസെ പർ കോയി കടാ ഹെ, ഡോറിൻ്റെ അടുത്ത് ആരോ നിൽക്കുന്നുണ്ട്. സ്വാദ് മേ കുച്ച് കമി ഹെ, സ്വാദിൽ ടേസ്റ്റിൽ എന്തോ കുറവുണ്ട്. അപ്പോൾ ഈ കോയി കുച്ച് എന്നൊക്കെ കൊടുത്തിരിക്കുന്നത് നമ്മൾ അനിശ്ചയവാചക സർവനാം ആണ്. कोई कुछ सर्वनाम शब्दों में किसी घटना या किसी के होने की प्रतीति हो रही है किंतु वास्तविकता निश्चित नहीं हो रही है, अतः ये അനിശ്ചയവാചക है. അതായത് നമുക്ക് ഉറപ്പില്ലാത്ത ആ ഒരു സൂചന നമുക്ക് തരുന്നു, അതിനെയാണ് അനിശ്ചയവാചക സർവനാം എന്ന് പറയുന്നത്. എന്തിൻ്റെയൊക്കെ കുറവ് നമുക്കവിടെ തോന്നുന്നുണ്ടല്ലേ, അതുകൊണ്ടാണ് ഇതിനെ അനിശ്ചയവാചക സർവനാം എന്ന് പറയുന്നത്. അടുത്തത് നാലാമത്തത് സംബന്ധവാചക സർവനാം എന്താണെന്ന് നോക്കാം. जो सर्वनाम किसी दूसरी संज्ञा या सर्वनाम से संबंध दिखाने के लिए प्रयुक्त हो उसे संबന്ധവാചക സർവനാം कहते हैं. അതായത് നൗണിനെയും മറ്റു നൗണിനെയും അതുപോലെ പ്രൊനൗണിനെയും അതിൻ്റെ ബന്ധങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ബന്ധത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ശബ്ദങ്ങളാണ് സംബന്ധവാചക സർവനാം എന്ന് പറയുന്നത്. उदाहरणार्थ जो करेगा सो भरेगा, इस वाक्य में जो शब्द संबंधवाचक सर्वनाम है और सो शब्द नित्य संबंधी सर्वनाम है. अधिकतर सो लिए वह सर्वनाम का प्रयोग होता है. इन वाक्यों को देखिए. മറ്റൊരു ഉദാഹരണം നമുക്ക് നോക്കാം. जो कर्म करेगा फल उसी को मिलेगा. കണ്ടില്ലേ, ആരാണോ കർമ്മം ചെയ്യുന്നത് അതിൻ്റെ ഫലം അവന് തന്നെ ലഭിക്കും. ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ജോയും ഉസിക്കോയും ചേർത്തിരിക്കുന്നത്. അതുപോലെ ജിസ്കി ലാട്ടി ഉസ്കി ഭേംസ്, ജൈസ കർമ്മ വൈസ ഫൽ, जो उसे जिसकी उसकी जैसा वैसा. इन सर्वनामी शब्दों में परस्पर संबंध की प्रतीत हो रही है, ऐसे शब्द സംബന്ധവാചക कहलाते हैं. അതായത് നമ്മളൊരു സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് പറയുമ്പോൾ നമ്മൾ പരസ്പര ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നാമവും അതുപോലെ പ്രൊനൗണും തമ്മിൽ ബന്ധം, നൗണും പ്രൊനൗണും തമ്മിൽ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സംബന്ധവാചക സർവനാം. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ജോ, ഉസേ, ജിസ്കി, ഉസ്കി, ജൈസ, വൈസ. ജൈസ ഹെ വൈസ ഹെ, ജൈസ കരേഗ വൈസ മിലേഗ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ അത് ബന്ധിപ്പിച്ചത് കണ്ടില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ സംബന്ധവാചക സർവനാം എന്ന് അതിനെ പറയുന്നത്.
അടുത്തത് പ്രശ്നവാചക സർവനാമം. എന്താണ് പ്രശ്നവാചക സർവനാമം? പേരിൽ തന്നെയുണ്ട്, ചോദ്യം ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സർവനാമങ്ങൾ. ജിസ് സർവനാम से किसी प्रश्न का बोध होता है उसे प्रश्नवाचक सर्वनाम कहते हैं. जैसे तुम कौन हो, तुम्हें क्या चाहिए, इन वाक्यों में कौन और क्या शब्द प्रश्नवाचक സർവനാമം है. നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സർവനാമങ്ങളാണ് പ്രശ്നവാചക സർവനാമങ്ങൾ. कौन क्या എന്നതാണ് അതിൻ്റെ ഉദാഹരണം. कौन शब्द का प्रयोग प्राणियों के लिए और क्या का प्रयोग जड़ पदार्थों के लिए होता है. മിക്കപ്പോഴും ഈ കോൻ എന്ന് പറയുന്ന ശബ്ദം ജീവികൾ, അതായത് ജീവനുള്ള ജീവികൾക്ക് വേണ്ടിയിട്ട്, പ്രാണികൾക്ക് വേണ്ടിയിട്ടും, അതുപോലെ ക്യാ എന്ന് പറയുന്നത് ജഡപദാർത്ഥങ്ങൾക്കും വേണ്ടിയിട്ടുമാണ്, അതായത് ജീവനില്ലാത്ത പദാർത്ഥങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറ്. ഉദാഹരണമായിട്ട് നമുക്ക് നോക്കാം. പ്രശ്നവാചക സർവനാമ ഉദാഹരണങ്ങളാണ്. തും ക്യാ കർ രഹേ ഹോ, നീ എന്താണ് ചെയ്യുന്നത്. ക്യാ രാം പാസ് ഹോ ഗയാ, എന്താ രാമൻ പാസ്സായോ. മാസ്റ്റർ ജി കാ ക്യാ നാം ഹേ, മാസ്റ്റർ ജിയുടെ പേരെന്താണ്. വഹാം കോൻ കടാ ഹെ, അവിടെ ആരാണ് നിൽക്കുന്നത്. യേ കാം കൈസേ ഹുവ, ഇതെങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ ഇതെങ്ങനെ നടന്നു. ക്യാ കോൻ കൈസേ ആദി സർവനാം ശബ്ദ് പ്രശ്നവാചക कहलाता है. അതുകൊണ്ടാണ് ഇതിനെ പ്രശ്നവാചക സർവനാമം എന്ന് പറയുന്നത്. ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കാൻ ഉപയോഗിക്കുന്ന ശബ്ദങ്ങളാണ് प्रश्नवाचक सर्वनाम. അടുത്തത് निजवाचक सर्वनाम. जो सर्वनाम तीनों पुरुषों उत्तम, मध्यम और अन्य में निजत्व का बोध कराता है उसे निजवाचक सर्वनाम कहते हैं. അതായത് 3 പുരുഷ സർവനാമങ്ങളെയും ഉപയോഗിച്ച് പറയുന്ന ശബ്ദങ്ങളാണ് നിജവാചക സർവനാമം. അതായത് സ്വയം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് निजवाचक सर्वनाम എന്ന് പറയുന്നത്. मैं खुद लिख लूँगा, ഞാൻ സ്വയം എഴുതും. തും अपने आप चले जाना, നീ ഒറ്റയ്ക്ക് പോയാൽ മതി. वो स्वयं गाड़ी चला सकती है, അവൻ അല്ലെങ്കിൽ അവൾ ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കും. ഉപയുക്ത വാക്യോं में खुद, अपने आप और स्वयं ശബ്ദ് നിജവാചക സർവനാമം. അതായത് നമ്മളെ തന്നെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ശബ്ദങ്ങളാണ് നിജവാചക സർവനാം എന്ന് പറയുന്നത്. അടുത്ത ഉദാഹരണങ്ങളാണ്. മേ അപ്നെ കാര്യം സ്വയം കർത്താ ഹൂം, ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ, എൻ്റെ ജോലിയൊക്കെ ഞാൻ സ്വയമാണ് ചെയ്യുന്നത്. മേരി മാതാ ഭോജൻ അപ്നെ ആപ് ബനാത്തി, എൻ്റെ അമ്മ ഭക്ഷണം സ്വയമാണ് ഉണ്ടാക്കുന്നത്. മേ അപ്നി ഗാഡി സെ ജാവുക, ഞാൻ എൻ്റെ വാഹനത്തിൽ പോകും. മേ അപ്നെ പിതാജിക്ക് സാത്ത് ജാവുക, ഞാൻ എൻ്റെ ഫാദറിൻ്റെ കൂടെ പോകും. अपना अपनी आप, जिस सर्वनाम शब्दों से अपने या अपने का तो का प्रोध हो उसे निजवाचക സർവനാമം. അതായത് നമ്മളെ തന്നെ നാം സ്വയം സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് നിജവാചക സർവനാം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഉപയോഗിക്കുന്ന ഓരോന്നിനും ഉപയോഗിക്കുന്ന സർവനാമങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്താണ് സർവനാം എന്ന് നമ്മൾ പഠിച്ചു, അതിൻ്റെ ഭേദങ്ങൾ പഠിച്ചു, അതുപോലെ പുരുഷവാചക സർവനാം അതിൻ്റെ ഭേദങ്ങൾ പഠിച്ചു, എല്ലാത്തിനും ഉദാഹരണങ്ങളും പഠിച്ചു. ഗ്രാമർ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഉദാഹരണങ്ങൾ എഴുതിയിട്ടാണത് സമർത്ഥിക്കേണ്ടത്. അപ്പോൾ സർവനാമിൻ്റെ പരിഭാഷ പഠിച്ചു, അതിൻ്റെ ഭേദങ്ങൾ നാം ഇന്ന് പഠിക്കുകയുണ്ടായി. നന്ദി, നമസ്കാരം, धन्यवाद.